ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ സപ്തവിംശോऽധ്യായഃ. നാരദ ഉവാച. ഇത്തം പുരഞ്ജനം സദൃഗ് വശമാനീയ വിഭ്രമൈ പുരഞ്ജനീ മഹാരാജ രേമേ രമയതി പതിം. ഇത്തം പുരഞ്ജനം സദൃഗ് വശമാനീയ വിഭ്രമൈ പുരഞ്ജനീ മഹാരാജ രേമേ രമയതി പതിം. അല്ലയോ മഹാരാജാവേ, ആ പുരഞ്ജനി ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനെ ഇപ്രകാരം ആ പരിഭ്രമിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ട് ആ പതിയെ വശത്തിലാക്കിയിട്ട് വിനോദിപ്പിച്ചുകൊണ്ട് വേണ്ടുവോളം രമിച്ചു. ഇത്തം പുരഞ്ജനം, ഇപ്രകാരം ആ പുരഞ്ജനൻ സദൃഗ് വശമാനീയ, ആ പുരഞ്ജനിയാൽ വേണ്ടുവോളം വശമാനീയനായിട്ട് മുമ്പ് വിഭ്രമൈഹി, പരിഭ്രമങ്ങളെയൊക്കെ അഭിനയിച്ച ആ പുരഞ്ജനി ആ മഹാരാജാവിനെ രേമേ രമയതി പതിം, തൻ്റെ വശത്തിലാക്കിയിട്ട് വിനോദിപ്പിച്ചുകൊണ്ട് വേണ്ടുവോളം രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങളെ ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, പുരഞ്ജനി പതിം, ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനെ ഇത്തരം വിഭ്രമൈഹി, പരിഭ്രമിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ട് വശമാനീയ, പാട്ടിലാക്കിയിട്ട് രമയതി, വിനോദിപ്പിച്ചുകൊണ്ട് സദൃഗ്, വേണ്ടുവോളം രമിച്ചു. എന്നുകൂടി പറയാം. ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, പുരഞ്ജനി പതിം, ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനെ ഇപ്രകാരം വിഭ്രമൈഹി, പരിഭ്രമിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ട് വശം ആനീയ, പാട്ടിലാക്കിയിട്ട് രമയതി, വിനോദിപ്പിച്ചുകൊണ്ട് സദൃഗ്, വേണ്ടുവോളം രമിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ മഹാരാജ, പുരഞ്ജനി പതിം പുരഞ്ജനം ഇത്തം വിഭ്രമൈഹി വശമാനീയ രമയതി സദൃഗ് രേമേ. കൂടി പറയാം. ഹേ മഹാരാജ, പുരഞ്ജനി പതിം പുരഞ്ജനം ഇത്തം വിഭ്രമൈഹി വശമാനീയ രമയതി സദൃഗ് രേമേ. അല്ലയോ മഹാരാജാവേ, പുരഞ്ജനി ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനെ ഇപ്രകാരം ആ പരിഭ്രമിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ട് സ്വന്തം വശത്തിലാക്കിയിട്ട് വിനോദിപ്പിച്ചുകൊണ്ട് വേണ്ടുവോളം രമിച്ചു. അല്ലയോ പ്രാചീന ബർഹിസെ, പുരഞ്ജനി ഇപ്രകാരം തൻ്റെ പകിട്ടുകളാൽ ആ പുരഞ്ജനനെ തന്നിൽ കൂടുതൽ അനുരക്തനാക്കി സ്വഭർത്താവിനെ രമിപ്പിക്കുന്നവളായിട്ട് സ്വയം രമിക്കുകയും ചെയ്തു. പുരഞ്ജനിയുടെ പ്രണയകോപം പുരഞ്ജനനിൽ ഒരു കുറ്റബോധം ഉണർത്തുകയും അതിൻ്റെ പരിഹാരത്തിലേക്കായിട്ട് ദാസ്യഭാവത്തിൽ ക്ഷമാപണം ചെയ്യുകയും ഉണ്ടായെന്ന് മുൻ അധ്യായത്തിൽ പറഞ്ഞു. ഇതെല്ലാം ഭർത്താവിനെ പരിഭ്രമിപ്പിച്ച് കൂടുതൽ അനുരക്തൻ ആക്കാനായിരുന്നു. എന്നാൽ തൻ്റെ ആ കോപാതിഭാവങ്ങൾ അല്പം കടന്നുപോയോ എന്ന് ചിന്തിച്ച് ആ പശ്ചാത്താപ വിവശയായിട്ട് ആണെന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അനുപദം ആധ്യാത്മികാർത്ഥം, എല്ലാറ്റിൻ്റെയും ആധ്യാത്മികാർത്ഥം വ്യാഖ്യാനിക്കുന്നത് ക്ലിഷ്ടവും അസംഗതവും ആണ്. അപ്പോൾ വ്യാഖ്യാതാക്കളെ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം സംസാരഭ്രമം വർദ്ധിപ്പിക്കുന്നുവെന്നും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈശ്വരോപാസന മാത്രമേ പര്യാപ്തമാകൂ എന്നും ആണ് ആ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ ആന്തരാർത്ഥമായിട്ട് വരുന്നത്. അതിനാൽ കഥാഗതിക്ക് പോഷണം നൽകുവാനും കാവ്യചമത്കാരത്തിനും വേണ്ടിയുള്ള ഭാഗങ്ങൾ ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതില്ലെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇത്തം പുരഞ്ജനം സദൃഗ്, ആ നാരദൻ പറയുകയാണ്, മഹാരാജാവേ, പുരഞ്ജനി ഇങ്ങനെ തൻ്റെ ആ വിലാസങ്ങളാൽ പുരഞ്ജനനെ വേണ്ട വിധം വശത്താക്കിയിട്ട് അദ്ദേഹത്തെ രമിപ്പിച്ചുകൊണ്ട് സ്വയം രമിച്ചു. അപ്പോൾ ജീവൻ ആ ശരീരത്തെ ആത്മത്വേന അഭിമാനിച്ചു കൊണ്ടുള്ള ആ സംസാര അനർത്ഥങ്ങളെ ഈ അധ്യായത്തിൽ നിരൂപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പദവും പ്രതിപദം, ഓരോ വാക്കുകളും അധ്യാത്മപക്ഷത്തിലും അർത്ഥം പ്രയാസപ്പെട്ടും യോജിപ്പിക്കാം. എങ്കിലും ആ സ്ത്രീ ശരീരത്തെയും പുരുഷ ശരീരത്തെയും അത്യന്തം അഭിമാനിക്കുന്നതിനാൽ ജീവന് ആ സ്ത്രീ ശരീരത്തിലും ആ പുരുഷ ശരീരത്തിലും വസിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് മാത്രമാണ് ആ ശ്രീനാരദരുടെ മുഖ്യമായിരിക്കുന്ന അഭിപ്രായം. അപ്പോൾ പുരുഷരൂപേണ ജീവൻ അനുഭവിച്ചതായിരിക്കുന്ന ആ സംസാര ദുഃഖത്തെ ഇതിനു മുമ്പേ 3 അധ്യായങ്ങൾ കൊണ്ടും സ്ത്രീഭാവത്താൽ അനുഭവിച്ച ദുഃഖത്തെ ഒരധ്യായം കൊണ്ടും വർണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സംഗതിയെ തന്നെ സന്ദർഭാനുസാരണം ഒന്നുകൂടെ വിവരിപ്പാനായിട്ടാണ് ഈ അധ്യായത്തിൽ
ഭാവിക്കുന്നത്. അപ്പോൾ പ്രതിപദം ആ ആധ്യാത്മപക്ഷത്തെ യോജിപ്പിക്കുന്നത് ദുർഘടവും നിഷ്പ്രയോജനവും ആവുകയാൽ ആവശ്യമുള്ളിടത്തോളം മാത്രമേ അതിനായിട്ട് പരിശ്രമിക്കുന്നുള്ളൂ എന്ന് ആദ്യം തന്നെ ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഹേ മഹാരാജാവായുള്ളവനെ, മുമ്പേ വിവരിച്ച രീതിയിൽ ശൃംഗാരാദിഭാവങ്ങളെ പ്രകാശിപ്പിച്ചിട്ട് ആ പുരഞ്ജനനെ ബലമായിട്ട് സ്വാധീനപ്പെടുത്തിയ ആ പുരഞ്ജനി ഭർത്താവിനെ രമിപ്പിച്ചും കൊണ്ട് താനും രമിച്ചു. സുഖാനുഭവത്തിൽ ജീവൻ ബുദ്ധിക്ക് കീഴടങ്ങുകയും ബുദ്ധി സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഭർത്താവ് അവൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ലോകത്തിൽ കാണുന്ന പ്രത്യക്ഷ പദാർത്ഥങ്ങളെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ ആ പാരതന്ത്ര്യത്തെ സ്പഷ്ടമാക്കുന്നു. പുരഞ്ജനി ആ പുരഞ്ജനനെ രമിപ്പിച്ച രീതിയെ ലോകരീതിയെ അനുസരിച്ച് വർണ്ണിക്കുന്നു. അടുത്തതില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ സപ്തവിംശേ ഈ 27ാമത്തെ അധ്യായത്തിൽ പ്രിയാപുത്രാദ്യാസക്തിയ ആ പ്രേയസി, അതായത് പത്നി ആ പുത്രൻ്റെ ആസക്തി കൊണ്ട് വിസ്മൃതാത്മനഃ സ്വയം മറന്നിട്ട് പെരുമാറണത്. പിന്നെ കാലകന്യാദ്യുപാഖ്യാനയും കാലകന്യ എന്നുള്ള കാലകന്യയുടെ കഥ ഉപാഖ്യാനം, ജരാരോഗാദ്യുദീര്യത്തെ ജരാരോഗാദികളുടെ ആ ഉദയം, ഇതിനെയൊക്കെ ആണ് ഈ സപ്തവിംശം 27ാമത്തെ അധ്യായത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, നാരദ ഉവാച, ഹേ പ്രാചീന ബർഹിഹി, അല്ലയോ പ്രാചീന ബർഹിസേ, ഇത്തം ഇപ്രകാരം പുരഞ്ജനം വിഭ്രമൈർവശമാനീയ, ഇപ്രകാരം ആ പുരഞ്ജനനെ പല വിഭ്രമങ്ങളെ കൊണ്ടും വശത്താക്കിയിട്ട് ആ പതിയെ രമയന്തി രമേ, ആ പതിയെ രമിപ്പിക്കുകയും സ്വയം രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇത്തം നാരദവാച, ഹേ പ്രാചീന ബർഹിഹി, അല്ലയോ പ്രാചീന ബർഹിസേ, ഇത്തം പുരഞ്ജനം വിഭ്രമൈർവശമാനീയ, ആ പുരഞ്ജനനെ പലതരം വിഭ്രമങ്ങളെ കൊണ്ട് വശത്താക്കിയിട്ട് ആ പതിയെ രമയന്തി, പതിയെ രമിപ്പിച്ച് രേമേ, സ്വയം രമിച്ചു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി അത് പറയാം. ഹേ പ്രാചീന ബർഹിഹി, ഇത്തം പുരഞ്ജനം വിഭ്രമൈർവശമാനീയ പതിം രമയന്തി രേമേ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം, 2ാമത്തെ ശ്ലോകം. സ രാജാ महिषीं राजन् सुस्नातां रुचिराननां कृतस्वस्तेनां तृप्ताम् अभ्यनन्ददुपागतां स राजा महिषीं राजन् सुस्नातां रुचिराननां कृतस्वस्तेनां तृप्ताम् अभ्यनन्ददुपागतां. ആ രാജാവ് महिषीं ആ പത്നിയെ രാജൻ സുസ്നാതാം രാജാവിൻ്റെ മുമ്പിലേക്ക് വന്ന കുളിച്ച് നല്ല രുചിരാനന സുന്ദരമായ മുഖത്തോട് കൂടിയിട്ട് കൃതസ്വസ്തേനാം തൃപ്തയും അതുപോലെ അഭിനന്ദന വാക്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് മംഗളാചരണങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് തൃപ്താം അങ്ങനെ വന്നിട്ടുള്ള ആ महिषിയെ ആ സ്വന്തം പത്നിയെ അഭിനന്ദിച്ചു ാണ് പറയുന്നത്. സ രാജാ महिषീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്തേനാം തൃപ്താം അഭ്യനന്ദതുപാഗതാം. അല്ലയോ രാജാവേ, സുസ്നാതാം നന്നായി കുളിച്ച് രുചിരാനനാം തെളിഞ്ഞ മുഖവും കൃതസ്വസ്തേനാം മംഗളാചരണങ്ങളോടും കൂടിയവളായിട്ട് തൃപ്താം തൃപ്തിയോടെ ഉപാഗതാം സമീപിച്ച महिषീം സമീപിച്ച പത്നിയെ സ രാജ ആ രാജാവ് അഭിനന്ദിച്ചു. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, സുസ്നാതാം നന്നായി കുളിച്ച് രുചിരാനനാം തെളിഞ്ഞ മുഖവും കൃതസ്വസ്തേനാം മംഗളാചരണങ്ങളോട് കൂടിയവളും ആയിട്ട് തൃപ്താം തൃപ്തിയോടെ ഉപാഗതാം സമീപിച്ച महिषീം പത്നിയെ സ രാജ ആ രാജാവ് അഭിനന്ദിച്ചു. അതിലത്തെ അന്വയം ഹേ രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്തേനാം തൃപ്താം ഉപാഗതാം महिषീം സ രാജ അഭ്യനന്ദത്. ഹേ രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്തേനാം തൃപ്താം ഉപാഗതാം महिषീം സ രാജ അഭ്യനന്ദത. അല്ലയോ രാജാവേ, നന്നായി കുളിച്ച് തെളിഞ്ഞ മുഖവും മംഗളാചരണങ്ങളോട് കൂടിയവളും ആയിട്ട് തൃപ്തിയോടെ സമീപിച്ച ആ പത്നിയെ ആ രാജാവ് അഭിനന്ദിച്ചു.
ഇവിടെ രാജാവ് സ്നാനം ചെയ്ത് കുങ്കുമാലങ്കൃതമായും സംതൃപ്തയായും സമീപത്ത് വന്നവളും സുന്ദരിയുമായിരിക്കുന്ന പത്നിയെ അഭിനന്ദിച്ചു. അപ്പോൾ ഹേ മഹാരാജാവേ, പുരഞ്ജനി സ്നാനാദി കൃത്യങ്ങളെ കഴിച്ച് ആ ശരീരമാലിന്യങ്ങളെയെല്ലാം നീക്കം ചെയ്തതിനാൽ മുഖാദ്യ അവയവങ്ങളിൽ പൂർവാധികം ശോഭ ജനിച്ചിരിക്കുന്നു. അങ്ങനെ കുങ്കുമം, ചന്ദനം മുതലായ മംഗള പദാർത്ഥങ്ങളെ കൊണ്ട് ദേഹം അലങ്കരിച്ച് മൃഷ്ടാന്ന ഭോജനം, താമ്പൂല ചർവണം മുതലായവയും ഒക്കെ കഴിച്ച് സംതൃപ്തിയെ പ്രകാശിപ്പിച്ചു. അങ്ങനെ ആയിക്കൊണ്ട് ആ ഭർത്തൃ സമീപം വന്ന് നിന്നു. അങ്ങനെ ആസന്നയായിട്ടിരിക്കുന്ന ആ ഭാര്യയെ പുരഞ്ജനൻ സൽക്കാരപൂർവം സ്വീകരിച്ചു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സഹ പുരഞ്ജനഃ, ആ പുരഞ്ജനൻ, സുസ്നാതാം, കുളിച്ചും, സ്വലങ്കൃതാം, സ്വന്തം അലങ്കൃതം ആയിട്ടുള്ളവളും, രുചിരാനനാം, നല്ല സൗന്ദര്യത്തോടു കൂടിയ മുഖത്തോടു കൂടിയും ആയിട്ട് വന്ന, രുചിരാനനാമാഗതാം, വന്ന താം, ആ പത്നിയെ ദൃഷ്ട്വ, കണ്ടിട്ട്, നനന്ദ, വളരെയധികം അഭിനന്ദിച്ചു. എന്നും കൂടി പറയാം. സ പുരഞ്ജനഃ, ആ പുരഞ്ജനൻ, സുസ്നാതാം സ്വലങ്കൃതാം, കുളിച്ചും അതുപോലെ അലങ്കാരങ്ങളെല്ലാം ചെയ്തും നല്ല മുഖത്തോട് കൂടിയിട്ടും, രുചിരാനനാമാഗതാം, ഒക്കെ ഒരു നല്ല മുഖത്തോട് സൗന്ദര്യമാർന്ന മുഖത്തോട് കൂടിയിട്ടും ഒക്കെ വന്ന താം, ആ പത്നിയെ ദൃഷ്ട്വ, കണ്ടിട്ട്, നനന്ദ, അഭിനന്ദിച്ചു. അപ്പോൾ സ പുരഞ്ജനഃ സുസ്നാതാം സ്വലങ്കൃതാം രുചിരാനനാമാഗതാം താം ദൃഷ്ട്വ നനന്ദ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. തയോപഗൂഢ പരിരബ്ധ. അപ്പോൾ ഇവിടെ അലയോ രാജൻ നന്നായി സ്നാനം ചെയ്ത് വസ്ത്രാദ്യ അലങ്കാരങ്ങൾ അണിഞ്ഞ് തൃപ്തിയോടെ തന്നെ സമീപിച്ച സുന്ദരിയായിരിക്കുന്ന രാജ്ഞിയെ പുരഞ്ജന രാജാവ് അഭിനന്ദിച്ചു. തയോപഗൂഢ പരിരബ്ധ കന്ധരോ രഹോനുമന്ത്രൈരപകൃഷ്ടചേതനഃ ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാനിഷേധി പ്രമദാപരിഗ്രഹഃ. തയോപഗൂഢ പരിരബ്ധ കന്ധരോ രഹോനുമന്ത്രൈരപകൃഷ്ടചേതനഃ ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാനിഷേധി പ്രമദാപരിഗ്രഹഃ. അപ്പോൾ എന്ത് ചെയ്തു? പരിരബ്ധ കന്ധരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ആലിംഗനം ചെയ്തും, അവളാൽ ആലിംഗിതനായിട്ടും, തയോപഗൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളാൽ ആലിംഗിതനായിട്ടും, അതുപോലെ അവളെ ആലിംഗനം ചെയ്തിട്ടും, പരിരബ്ധ കന്ധരോ, അവളെ ആലിംഗനം ചെയ്തിട്ടും, ഒറ്റയ്ക്കുള്ള ആ സല്ലാപങ്ങളാൽ ആ വിവേകം നശിച്ചവനായിട്ടും, അതുപോലെ സ്ത്രീ തന്നെ എല്ലാം എന്ന ഭാവത്തോടെ ആ പകൽ രാത്രി ഇങ്ങനെ തടുക്കാനാവാത്ത ആ കാലത്തിൻ്റെ കടന്നുപോക്ക് അറിഞ്ഞതേയില്ല എന്നുള്ളതാണ് പറയണത്. ന കാലരംഹോ ബുബുധേ ന കാലരംഹോ ബുബുധേ ദുരത്യയം. തടുക്കാനാവാത്ത ആ കാലത്തിൻ്റെ കടന്നുപോക്ക് ബുബുധേ അറിഞ്ഞില്ല. ദിവാനിഷേധി പ്രമദാ പരിഗ്രഹ. രാപ്പകൽ ഇങ്ങനെ ഈ സ്ത്രീ ചിന്തയിൽ വിവേകം നശിച്ചവനായിട്ട് ആ രാജാവ് കാലം പോയത് അറിഞ്ഞിട്ടില്ല. അതിലത്തെ പദങ്ങൾ പരിരബ്ധ കന്ധരഹ, അവളെ ആലിംഗനം ചെയ്തും, തയാ, അവളാൽ, ഉപഗൂഢ, ആലിംഗിതനായും, രഹ, ഒറ്റയ്ക്കുള്ള, അനുമന്ത്രൈഹി, സല്ലാപങ്ങളാൽ, അപകൃഷ്ടചേതനഃ, വിവേകം നശിച്ചവനായും, പ്രമദാപരിഗ്രഹ, സ്ത്രീ തന്നെ എല്ലാമെന്ന ഭാവത്തോടെ, ദിവാനിശ ഇതി, പകൽ രാത്രി ഇങ്ങനെ, ദുരത്യയം, തടുക്കാനാവാത്ത, കാലരംഹ, കാലത്തിൻ്റെ ആ കടന്നുപോക്ക്, ന ബുബുധേ, അറിഞ്ഞതേയില്ല. ഒന്നും കൂടി പറയാം. പരിരബ്ധ കന്ധരഹ, അവളെ ആലിംഗനം ചെയ്തും, തയാ, അവളാൽ, ഉപഗൂഢ, ആലിംഗിതനായും, രഹ, ഒറ്റയ്ക്കുള്ള, അനുമന്ത്രൈഹി, സല്ലാപങ്ങളാൽ, അപകൃഷ്ടചേതനഃ, വിവേകം നശിച്ചവനായും, പ്രമദാപരിഗ്രഹ, സ്ത്രീ തന്നെ എല്ലാമെന്ന ഭാവത്തോടെ, ദിവാനിശ ഇതി, പകൽ രാത്രി ഇങ്ങനെ, ദുരത്യയം, തടുക്കാനാവാത്ത, കാലരംഹ, കാലത്തിൻ്റെ കടന്നുപോക്ക്, ന ബുബുധേ, അറിഞ്ഞില്ല. അതിലത്തെ അന്വയം പരിരബ്ധ കന്ധരഹ
തയാ ഉപഗൂഢഃ രഹഃ അനുമന്ത്രൈഃ അപകൃഷ്ടചേതനഃ പ്രമദാപരിഗ്രഹഃ ദിവം നിശാ ഇതി ദുരത്യയം കാലരംഹഃ ന ബുബുധേ. എന്നുകൂടി പറയാം. പരിരബ്ധകന്ധരഃ തയാ ഉപഗൂഢഃ രഹഃ അനുമന്ത്രൈഃ അപകൃഷ്ടചേതനഃ പ്രമദാപരിഗ്രഹഃ ദിവാ നിശാ ഇതി ദുരത്യയം കാലരംഹഃ ന ബുബുധേ. അവളെ ആലിംഗനം ചെയ്തും അവളാൽ ആലിംഗിതനായിട്ടും ഒറ്റയ്ക്കുള്ള സല്ലാപങ്ങളാൽ വിവേകം നശിച്ചവനായിട്ടും ആ സ്ത്രീ തന്നെ എല്ലാമെന്ന ഭാവത്തോടെ പകൽ രാത്രിയും ഒക്കെ തടുക്കാനാവാത്ത കാലത്തിൻ്റെ ആ കടന്നുപോക്ക് അറിഞ്ഞതേയില്ല. ഒന്നും കൂടി പറയാം. അവളെ ആലിംഗനം ചെയ്തും അവളാൽ ആലിംഗിതനായിട്ടും ഒറ്റയ്ക്കുള്ള സല്ലാപങ്ങളാൽ വിവേകം നശിച്ചവനായിട്ടും ആ പുരഞ്ജനൻ സ്ത്രീ തന്നെ പുരഞ്ജനി തന്നെ എല്ലാമെന്ന ഭാവത്തോടെ ആ രാപ്പകൽ ആ തടുക്കാനാവാത്ത ആ കാലത്തിൻ്റെ കടന്നുപോക്ക് അറിഞ്ഞതേയില്ല. കാലം അങ്ങനെ കടന്നുപോയി എന്നർത്ഥം. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് രഹസ്യലാഭം നടത്തി കാമസന്തപ്തയായ അവളുടെ ചേഷ്ടകൾക്ക് വിധേയനാകയാൽ വിവേകം നശിച്ചവനായിട്ട് ആർക്കും തടുക്കാനാവാത്ത ആ കാലത്തിൻ്റെ ഗതി പകൽ രാത്രി എന്ന ക്രമത്തിലാണെന്ന് പോലും വിസ്മരിച്ചു. ദിവാനിഷേധി എന്ന് പറയുകയാൽ ഭാര്യാഗമനകാല സ്മരണ പോലും ഉപേക്ഷിച്ചു എന്നർത്ഥം. രാത്രി ഗ്രഹണാത് ദിവസ പ്രതിഷേധ എന്ന് വിജ്ഞാനകോശ രാത്രിയിലല്ലാതെ പകൽ സമയത്ത് ഭാര്യയെ പ്രാപിക്കുക നിഷിദ്ധമാണെന്നർത്ഥം. അതിനാൽ ആ പുരഞ്ജനൻ ശാസ്ത്രവിധി അവഗണിക്കുക തന്നെ ചെയ്തു. കാരണം അവളുടെ രഹസ്യ സംഭാഷണങ്ങളാലും മറ്റും വിവേകം നഷ്ടപ്പെട്ടു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവളാൽ ആലിംഗിതനും നിരന്തരം കണ്ഠാലിംഗിതനും ഏകാന്തതയിൽ രഹസ്യ സംഭാഷണങ്ങളാൽ രക്ത വിവേകനും അവളെ തന്നെ ആ സർവസ്വം എന്ന് കരുതി സ്വീകരിക്കുന്നവനുമായിട്ട് പകൽ രാത്രി എന്നീ ക്രമത്തിൽ പോകുന്ന ആ കാലത്തിൻ്റെ വേഗം തീരെ അറിഞ്ഞില്ല. അവളെ ആലിംഗനം ചെയ്യപ്പെട്ടും അവളുടെ കണ്ഠത്തെ ആലിംഗനം ചെയ്തും അവളുടെ രഹസ്യലാഭം നിമിത്തം വിവേകശക്തി നശിച്ചും അവളെ തന്നെ പ്രധാന പരിഗ്രഹം ആയിട്ട് സ്വീകരിച്ചും ഇരുന്നതിനാൽ പകൽ കഴിഞ്ഞ് രാത്രിയായ രാത്രി കഴിഞ്ഞ് പകലായി എന്ന ആ രീതിയിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും ആർക്കും തടുക്കാൻ കഴിയാനാവാത്ത ആ കാലശക്തിയെ ആ രാജാവ് ലേശവും അറിഞ്ഞതേയില്ല. ഭോഗാസക്തി കൊണ്ട് തന്നെ കഴിച്ച് ആ ജനനമരണാദി സ്വരൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് കരകയറുവാൻ ആവശ്യമായിരിക്കുന്ന ജ്ഞാനഭക്ത്യാദി സാധനങ്ങളെ സമ്പാദിക്കുന്നതിൽ മനസ്സിരുത്തിയതേയില്ല എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലത്തെ വ്യാഖ്യാനം നോക്കാം. സഹ തയാലിംഗിതകണ്ഠഃ ഏകാന്തഗുഹ്യ ഭാഷണൈർഗത വിവേകഃ. ആ സ്ത്രീ സഹ അവൾ ആ പുരഞ്ജനി പുരഞ്ജനൻ തയാലിംഗിതകണ്ഠഃ അവളാൽ ആലിംഗിതം ആയിരിക്കുന്ന കണ്ഠത്തോട് കൂടിയവനായിട്ട് ഏകാന്തഗുഹ്യം ഭാഷണൈ ഏകാന്തത്തിൽ രഹസ്യഭാഷണങ്ങളും ചെയ്ത് ഗത വിവേകം നശിച്ച് സ്ത്രീ പരിഗ്രഹ സ്ത്രീ തന്നെയെല്ലാം എന്നുള്ള ആ ലെവലിൽ ആ മാതൃകയിൽ സ്ത്രീയെ മാത്രം പരിഗ്രഹിച്ച് സൻ ദിവാരാത്രി രൂപം ആ രാത്രിയും പകലും ആകുന്ന രൂപം ആയിരിക്കുന്ന ആ ആയുസ്സിൻ്റെ നാശം ന ബുബുധേ. അങ്ങനെ ആ ആയുസ് നശിച്ചു പോകുന്നതായിട്ട് ഒരിക്കലും അറിഞ്ഞില്ല, ആ രാജാവ് അറിഞ്ഞില്ല എന്നർത്ഥം. സഹ തയാലിംഗിതകണ്ഠഃ ആ മഹാരാജാവ് അവളാൽ ആലിംഗിതമായിരിക്കുന്ന കണ്ഠത്തോട് കൂടിയിട്ട് ഏകാന്തഗുഹ്യഭാഷണൈഹി സ്വകാര്യത്തിൽ ആ രഹസ്യഭാഷണങ്ങളെയൊക്കെ ചെയ്തുകൊണ്ട് വിവേകം നശിച്ച സ്ത്രീ പരിഗ്രഹ സ്ത്രീജിതനായിട്ട് സൻ ദിവാരാത്രി രൂപമായുർ രാപ്പകൽ എന്ന രൂപത്തിലുള്ള ആ ആയുസ്സിൻ്റെ നാശം ന ബുബുധേ അതിനെ അറിഞ്ഞതേയില്ല. അപ്പോൾ അതിലത്തെ അന്വയം ഇത് വന്നിട്ട് വ്യാഖ്യാനം വന്നിട്ട് സ തയാലിംഗിതകണ്ഠ ഏകാന്ത ഗുഹ്യഭാഷണൈർഗത വിവേകഃ സ്ത്രീ പരിഗ്രഹ സൻ ദിവാ രാത്രി രൂപമായുർനാശം ന ബുബുധേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ ആ വ്യാഖ്യാനം അതിൽ പറയണത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 4-ാമത്തെ ശ്ലോകം. ശയാന ഉന്നദ്ധമദോ മഹാമന
മഹാർഹതൽപേ മഹിഷീഭുജോപധി തമേവ വീരോ മനുതേ പരം യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത്. ശയാന ഉന്നദ്ധമദോ മഹാമനാ മഹാർഹതൽപേ മഹിഷീഭുജോപധി തമേവ വീരോ മനുതേ പരം യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത്. അപ്പോൾ ആ മഹാമനസ്വിയും മഹാമനാഹ എന്ന് പറഞ്ഞാൽ മഹാമനസ്വിയും വീരനും ആയിരിക്കുന്ന പുരഞ്ജനൻ വർദ്ധിച്ച മതത്തോടുകൂടി ഉയർന്ന ആ അഹങ്കാരത്തോടു കൂടിയിട്ട് വില കൂടിയിരിക്കുന്ന ശയ്യയിൽ പത്നിയുടെ ആ കൈത്തണ്ടയെ തന്നെ തലയിണയാക്കിയിട്ട് കിടന്നുകൊണ്ട് അവളെ തന്നെ ഏറ്റവും ഉപരിയായതെന്ന് ചിന്തിച്ചു. അങ്ങനെ ആ തമസ്സിന് അടിമപ്പെട്ടു എന്നതിനാൽ തൻ്റെ ആ പരമാർത്ഥ സ്വരൂപത്തെ അദ്ദേഹം നനച്ചതേയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശയാനം ഉന്നദ്ധമദോ മഹാമന, ശയിക്കുക, വലിയ അഹങ്കാരത്തോടു കൂടി ശയിക്കുക ആ മഹാത്മാവായിട്ടുള്ള അദ്ദേഹം മഹാർഹതൽപേ, വില കൂടിയിരിക്കുന്ന ശയ്യയിൽ ശയിക്കുക. മഹിഷീഭുജോപധി, ആ പത്നിയുടെ ആ കൈത്തണ്ടയിൽ ശയിക്കുക. താമേവ വീരോ, അവളെ തന്നെ എല്ലാ എന്നുള്ള വിചാരത്തിൽ, വീരോ വേറൊന്നുമില്ല ഇനി വിചാരിക്കാനുള്ള വിധത്തിൽ, മനുതേ പരം യത, അങ്ങനെ ആ തന്നെ പറ്റിയൊക്കെ മറന്ന് എല്ലാറ്റിനും ഉപരിയായത് ആ പത്നിയാണെന്ന് വിചാരത്തിൽ ബാക്കിയെല്ലാം മറന്ന് സ്തമോഭിഭൂതോ, ആ തമസ്സിന് അടിമപ്പെട്ടു. നിജം തൻ്റെ ആയിരിക്കുന്ന ആ പരമാർത്ഥ സ്വരൂപത്തെ നിലച്ചില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇതിലത്തെ പദങ്ങൾ നോക്കാം. മഹാമനാഹ, മഹാമനസ്വിയും, വീരഹ, വീരനുമായിരിക്കുന്ന പുരഞ്ജനൻ, ഉന്നദ്ധമത, വർദ്ധിച്ച മതത്തോടെ, മഹാർഹതൽപേ, വില കൂടിയിരിക്കുന്ന ശയ്യയിൽ, മഹിഷീഭുജോപധി, പത്നിയുടെ കൈത്തണ്ടയെ തന്നെ തലയിണയാക്കിയിട്ട്, ശയാനഹ, കിടന്നുകൊണ്ട്, താം ഏവ, അവളെ തന്നെ, പരം, ഏറ്റവും ഉപരിയായതെന്ന് മനുതേ, ചിന്തിച്ച്, തമോഭിഭൂത യതഃ, തമസ്സിന് അടിമപ്പെട്ടു എന്നതിനാൽ, നിജം, തൻ്റെ ആ പരം യത്, പരമാർത്ഥ രൂപം എന്തെന്ന് നനച്ചില്ല. എന്നുകൂടി പറയാം. മഹാമനാഹ, മഹാമനസ്വിയും, വീരഹ, വീരനുമായിരിക്കുന്ന പുരഞ്ജനൻ, ഉന്നദ്ധമത, വർദ്ധിച്ച മതത്തോടെ, മഹാർഹതൽപേ, വില കൂടിയ ശയ്യയിൽ, മഹിഷീഭുജോപധി, പത്നിയുടെ കൈത്തണ്ടയെ തന്നെ തലയിണയാക്കിയിട്ട്, ശയാനഹ, കിടന്നുകൊണ്ട്, താം ഏവ, അവളെ തന്നെ, പരം, ഏറ്റവും ഉപരിയായതെന്ന് മനുതേ, ചിന്തിച്ച്, തമോഭിഭൂതയതഃ, തമസ്സിന് അടിമപ്പെട്ടു എന്നതിനാൽ, നിജം, തൻ്റെ പരം യത്, പരമാർത്ഥ സ്വരൂപം എന്തെന്ന് നനച്ചില്ല. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട്, മഹാമനാഹ വീരഹ ഉന്നദ്ധമത മഹാർഹതൽപേ മഹിഷീഭുജോപധി ശയാനഹ താം ഏവ പരം മനുതേ തമോഭിഭൂതഃ യതഃ നിജം പരം യത് ന ച. എന്നുകൂടി പറയാം. മഹാമനാഹ വീരഃ ഉന്നദ്ധമതഃ മഹാർഹതൽപേ മഹിഷീഭുജോപധി ശയാനഃ താം ഏവ പരം മനുതേ തമോഭിഭൂതഃ യതഃ നിജം പരം യത് ന ച. നിനച്ചില്ല. മഹാമനസ്വിയും വീരനുമായിരിക്കുന്ന പുരഞ്ജനൻ വർദ്ധിച്ച മതത്തോടെ വില കൂടിയ ശയ്യയിൽ ആ പത്നിയുടെ കൈത്തണ്ടയെ തന്നെ തലയിണയാക്കിയിട്ട് കിടന്നുകൊണ്ട് അവളെ തന്നെ ഏറ്റവും ഉപരിയായതെന്ന് ചിന്തിച്ചും ആ തമസ്സിന് അടിമപ്പെട്ടു എന്നതിനാൽ തൻ്റെ ആ പരമാർത്ഥ സ്വരൂപം എന്തെന്ന് നനച്ചതും ഇല്ല. മനുതേ ബുധോ, ആ ഉത്കടമായിരിക്കുന്ന മതത്തോടും അനേകം മനോരാജ്യങ്ങളോടും കൂടി വളരെ വിശിഷ്ടമായിരിക്കുന്ന വ്യക്തിയിൽ പത്നിയുടെ കയ്യിന്മേൽ തലവെച്ച് കിടന്നുകൊണ്ട് അവളിൽ നിന്നും ലഭിക്കുന്ന സുഖം തന്നെ ഏറ്റവും ഉപരിയായതെന്ന് സങ്കല്പിച്ചു. വീരനാണെങ്കിലും അജ്ഞാന അന്ധകാരത്തിൽ മുഴുകിയ പുരഞ്ജനന് തന്നിൽ നിന്നു തന്നെ പരമമായിരിക്കുന്ന ശ്രേയസ് ഉണ്ടാകുമെന്ന ചിന്ത ഉണർന്നതേയില്ല എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മഹാരാജാവായിരിക്കുന്ന അദ്ദേഹം ആ ഉന്നത മദനും, അഹങ്കാരമുള്ളവൻ അർത്ഥം, ഉന്നത മദനും ഉത്കൃഷ്ടശൈലിയിൽ
പത്നിയുടെ കൈയാകുന്ന ആ തലയിണയോടുകൂടിയവനും ആയിട്ട് അവളെ തന്നെ ആ പരമപുരുഷാർത്ഥമായിട്ട് കരുതി. എന്തെന്നാൽ വീരനാണെങ്കിലും അദ്ദേഹത്തിന് അജ്ഞാനത്തിൻ്റെ അടിമയായിട്ട് ആത്മസ്വരൂപമോ പരമാത്മസ്വരൂപമോ പരമപുരുഷാർത്ഥമായിട്ട് അദ്ദേഹം കരുതിയതേയില്ല. പരമപുരുഷാർത്ഥത്തെ അറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥം. അപ്പോൾ കാലം അതിക്രമിച്ചിരിക്കുന്നതറിയാത്തത് കൊണ്ട് ഉത്കൃഷ്ട ശയ്യയിൽ ഭാര്യയുടെ കൈയിന്മേൽ തലയും വെച്ച് അനേക സങ്കല്പങ്ങളെ മനസ്സിൽ വിചാരിച്ചും വർദ്ധിച്ചു വരുന്ന മതത്തോടു കൂടിയും ശയിക്കുന്ന ആ വീരൻ അജ്ഞാനാന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവനായതിനാൽ ആ ഭാര്യാലാഭം തന്നെ പരമപുരുഷാർത്ഥ ലാഭം എന്നു കരുതിയിരിക്കുന്നു. അങ്ങനെ ആ ആത്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ വിചാരിക്കുന്നതേയില്ല എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സതയാ പരാഭവം പ്രാപ്തഃ. മറ്റുള്ള ഒരു ഭാവത്തിൽ സതയ അവളുടെ ആ പരാഭവം പ്രാപ്തഃ സൻ യഥാർത്ഥമല്ലാത്ത ഭാവത്തിൽ അവളുടെ യഥാർത്ഥമല്ലാത്ത ഭാവത്തെ പ്രാപ്തമാക്കിയിട്ട് സൻ സ്വന്തം സ്വസ്വരൂപം അവനവൻ്റെ സ്വസ്വരൂപത്തെ ബ്രഹ്മമാകുന്ന സ്വരൂപത്തെ തത് സാധനം ജ്ഞാനം ചെന്ന സംസ്മാര അതാണ് സാധന. ആ ബ്രഹ്മത്തെ അറിയലാണ് തൻ്റെ സാധന, ജ്ഞാനം, അറിവ് എന്നുള്ളതിനെ അദ്ദേഹം അവിടെ വിസ്മരിച്ചു. സസ്മാര സതയാ ആ രാജാവ് അവളാൽ പരാഭവം പ്രാപ്തഃ അവളാൽ ആ തമസ്സിനെ പ്രാപ്തമാക്കിയിട്ട് ആ അജ്ഞാന അന്ധകാരത്തെ പ്രാപ്തമാക്കിയിട്ട് സ്വസ്വരൂപം തൻ്റേതായിരിക്കുന്ന സ്വസ്വരൂപത്തെ ആത്മസ്വരൂപത്തെ ആ ബ്രഹ്മസ്വരൂപത്തെ തൽസാധനം അതാണ് തൻ്റെ സാധന എന്ന ജ്ഞാനത്തെ തൽസാധനം ജ്ഞാനം ചെന്ന അതിനെ സംസ്മാര അതിനെ സ്മരിച്ചില്ല എന്നാണ് പറയുന്നത്. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് സതയാ പരാഭവം പ്രാപ്തഃ സൻ സ്വസ്വരൂപം ബ്രഹ്മ തൽസാധനം ജ്ഞാനം ചന സസ്മാര എന്നുള്ളതാണ് ആ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ശ്ലോകം തയൈവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. തയൈവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. അല്ലയോ മഹാരാജാവേ, ആ കാമത്താൽ ദുഷിച്ച മനസ്സോട് കൂടിയിട്ട് അവളോടുകൂടി ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരഞ്ജനൻ്റെ ആ യൗവനം ആ അരനിമിഷം എന്നോണം അത് കടന്നുപോയി. തയൈവം രമമാണസ്യ അവളുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്ന കാമകശ്മല ചേതസ കാമലംബടം ആയിരിക്കുന്ന ആ ചേതസ്സോടുകൂടി കഴിയുന്ന ആ പുരഞ്ജനൻ്റെ ശരീരം അവരുടെ യൗവന്യം നവം വയഃ ആ യൗവന്യം ക്ഷണാർദ്ധമിവ ക്ഷണത്തിൽ അത് പകുതിയായിട്ട് തീർന്നു. വ്യതിക്രാന്തം കടന്നുപോയി. അരനിമിഷം എന്നോണം അതിൻ്റെ ആ യൗവനാവസ്ഥ കടന്നുപോയി എന്നുള്ളതാണ് പറയുന്നത്. തയൈവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധം ഇവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. അല്ലയോ രാജാവേ, മഹാരാജാവേ, ഹേ രാജേന്ദ്ര, കാമകശ്മലചേതസഃ കാമത്താൽ ദുഷിച്ച മനസ്സോടെ തയാ അവളോടുകൂടി ഏവം ഇങ്ങനെ രമമാണസ്യ രമിച്ചുകൊണ്ടിരുന്ന പുരഞ്ജനൻ്റെ നവം വയഃ ആ യൗവനപ്രായം ക്ഷണാർദ്ധം ഇവ അരനിമിഷം എന്നോണം വ്യതിക്രാന്തം കടന്നുപോയി. എന്നുകൂടി പറയാം. ഹേ രാജേന്ദ്ര, അല്ലയോ മഹാരാജാവേ, കാമകശ്മലചേതസഃ കാമത്താൽ ദുഷിച്ച മനസ്സോടെ തയാ അവളോടുകൂടി ഏവം ഇങ്ങനെ രമമാണസ്യ രമിച്ചുകൊണ്ടിരുന്ന പുരഞ്ജനൻ്റെ നവം വയഃ യൗവനപ്രായം ക്ഷണാർദ്ധം ഇവ അരനിമിഷം എന്നോണം വ്യതിക്രാന്തം കടന്നുപോയി. അപ്പോൾ
ഹേ രാജേന്ദ്ര, കാമകസ്മലചേതസഃ തയാ ഏവം രമമാണസ്യ നവം വയഃ ക്ഷണാർദ്ധം ഇവ വ്യതിക്രാന്തം. എന്നുകൂടി പറയാം. ഹേ രാജേന്ദ്ര, കാമകസ്മലചേതസഃ തയാ ഏവം രമമാണസ്യ നവം വയഃ ക്ഷണാർദ്ധം ഇവ വ്യതിക്രാന്തം. ലയോ മഹാരാജാവേ, ആ കാമത്താൽ ദുഷിച്ച മനസ്സോടെ അവളോടുകൂടി ഇങ്ങനെ രമിച്ചുകൊണ്ടിരുന്ന ആ പുരഞ്ജനൻ്റെ യൗവനപ്രായം അരനിമിഷമെന്നോണം അത് കടന്നുപോയി. അല്ലയോ പ്രാചീന ബർഹിസെ, കാമ ആവേശത്താൽ മലിനമായ മനസ്സോടുകൂടിയ ആ പുരഞ്ജനൻ അവളോടുകൂടി രമിച്ചുകൊണ്ടിരിക്കെ യൗവനകാലം അരനിമിഷം പോലെ കടന്നുപോയി. മനഃശാസ്ത്രപരമായിരിക്കുന്ന ആ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഒരു വശമാണ് ഇവിടെ ആ വ്യാസൻ പ്രദർശിപ്പിക്കുന്നത്. അതിസുന്ദരിയും കാമക്രീഡാ തൽപരയുമായിരിക്കുന്ന പത്നിയോടുകൂടി രമിച്ച പുരഞ്ജനൻ്റെ ആ യൗവനകാലം മുഴുവൻ അരനിമിഷം പോലെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. ഇതിൻ്റെ മറുവശം മഹാഭാരതത്തിൽ കാണാം. ഭീഷ്മർ 58 രാത്രികളാണ് ആ ശരശയനത്തിൽ കഴിച്ചു കൂട്ടിയത്. അത് അദ്ദേഹത്തിന് 100 വത്സരം ആണെന്ന് അനുഭവപ്പെട്ടു. 58 രാത്രിഃ ശയാനസ്യാദ്യമേശതാ ശരേഷു നിശിതാഗ്രേഷു യഥാ വർഷശതം തഥാ. അനുശാസപർവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ രാജശ്രേഷ്ഠ, അവളുമൊത്ത ഇങ്ങനെ ആ സുഖിക്കുന്നവനും കാമാതിശയത്ത ആ മലിനചിത്തനും ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ യൗവനം അരക്ഷണം പോലെ ആ വേഗത്തിൽ അറിയാതെ ആ കഴിഞ്ഞു പോയി. കാലം അതിക്രമിച്ചിരിക്കുന്നത് അറിയാത്തത് കൊണ്ട് അത് പറഞ്ഞു. ഹേ രാജശ്രേഷ്ഠ, കാമവൃത്തിയുടെ ശക്തി നിമിത്തം വിചാരശക്തി തീരെ ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് അവളോടുകൂടെ തന്നെ ആ രമിച്ചു കൊണ്ടിരുന്ന ആ മഹാരാജാവിൻ്റെ യൗവനകാലം ക്ഷണാർദ്ധ സമയം എന്ന പോലെ വ്യർത്ഥമായിട്ട് കഴിഞ്ഞുപോയി. ഇപ്പോഴത്തെ ആ വ്യാഖ്യാനം ഏവം ഇപ്രകാരം തയാ അവളുമായിട്ട് സഹ രമമാണസ്യ അവളുമായിട്ട് രമിച്ചിരുന്ന ആ അദ്ദേഹത്തിൻ്റെ നവം വയഹ യൗവന്യം ക്ഷണാർദ്ധമിവ ക്ഷണനേരം കൊണ്ട് വ്യതിക്രാന്തം അത് വ്യതിക്രമിച്ചു, അത് നശിച്ചു പോയി അർത്ഥം. സ തയാ പരാഭവം പ്രാപ്ത സൻ സ്വസ്വരൂപം ബ്രഹ്മ തൽസാധനം ജ്ഞാനം ചെന്ന സംസ്മാര ഏവം തയാ സഹരമമാണസ്യ ഇപ്രകാരം അവളുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരഞ്ജനൻ്റെ നവം വയഹ ആ യൗവന്യം ക്ഷണാർദ്ധം ഇവ അരനിമിഷം കൊണ്ട് വ്യതിക്രാന്തം അത് ഇല്ലാതായി, നശിച്ചു, ആ ആയുസ് നശിച്ചു എന്നർത്ഥം. അപ്പോൾ ഏവം തയാ സഹരമമാണസ്യ നവം വയഹ ക്ഷണാർദ്ധമിവ വ്യതിക്രാന്തം എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിലെ തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാടായുഷോർദ്ധം അഥാത്യഗാത്. തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാടായുഷോർദ്ധം അഥാത്യഗാത്. അങ്ങനെ ആ സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ 11 പുത്രന്മാരെ ജനിപ്പിച്ചു. അജനയത് 1100 പുത്രന്മാരെ ആ പുരഞ്ജനിയിൽ ജനിപ്പിച്ചു. അങ്ങനെ അങ്ങനെ ആയുസ്സിൻ്റെ പകുതിയും കടന്നുപോയി എന്നുള്ളതാണ് പറയുന്നത്. തസ്യാമജനയിൽ പുത്രാൻ അവളിൽ പുത്രന്മാരെ ജനിപ്പിച്ചു. പുരഞ്ജന്യാം പുരഞ്ജനഃ പുരഞ്ജനിയിൽ ആ പുരഞ്ജനൻ എത്ര 111 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. വിരാടായുഷോ ആ ആയുസ് അങ്ങനെ ആ സമ്രാട്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആയുസ് പകുതി അങ്ങനെ കടന്നുപോയി. അത്യഗാത് കടന്നുപോയി എന്നാണ് പറഞ്ഞത്.
തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധം അഥാത്യഗാത്. അപ്പോൾ വിരാട് എന്ന് പറഞ്ഞാൽ സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനൻ, തസ്യാം ആ പുരഞ്ജന്യാം ആ പുരഞ്ജനിയിൽ ഏകാദശ ശതാനി 1100 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. അഥ അങ്ങനെ ആയുഷഃ ആയുസിൻ്റെ അർത്ഥം പകുതി അത്യഗാത് കടന്നുപോയി. ഒന്നുകൂടി പറയാം. വിരാട് സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനഃ ആ പുരഞ്ജനൻ, തസ്യാം പുരഞ്ജന്യാം ആ പുരഞ്ജനിയിൽ ഏകാദശ ശതാനി 1100 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. അഥ അങ്ങനെ ആയുഷഃ ആയുസിൻ്റെ അർത്ഥം പകുതി അത്യഗാത് കടന്നുപോയി. തന്നെ വന്നിട്ട് വിരാട് പുരഞ്ജനഃ തസ്യാം പുരഞ്ജന്യ ഏകാദശ ശതാനി പുത്രാൻ അജനയത് അഥ ആയുഷഃ അർദ്ധം അത്യഗാത്. ഒന്നും കൂടി പറയാം. വിരാട് പുരഞ്ജനഃ തസ്യ പുരഞ്ജന്യ ഏകാദശ ശതാനി പുത്രാൻ അജനയത് അഥ ആയുഷഃ അർദ്ധം അത്യഗാത്. അങ്ങനെ സമ്രാട്ടായിരിക്കുന്ന ആ പുരഞ്ജനൻ ആ പുരഞ്ജനിയിലെ 1100 പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് അങ്ങനെ ആ ആയുസ്സിൻ്റെ പകുതിയും അങ്ങനെ കടന്നുപോയി. സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് അങ്ങനെ ആ ആയുസ്സിൻ്റെ പകുതി കാലവും കടന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ചക്രവർത്തിയായ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോഴേക്കും ആയുസ്സിൻ്റെ അർദ്ധഭാഗം അവിടെ അവസാനിച്ചു. വിരാട് എന്നാൽ ചക്രവർത്തി എന്നാണ് അർത്ഥം.